നമസ്കാരം, പുത്തുയുഗത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്സാപ്പിലെ ചാറ്റുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ചാറ്റുകളോ നമുക്ക് വേണ്ടപ്പെട്ട ഒഫീഷ്യൽ ചാറ്റുകളോ അബദ്ധവശാൽ ക്ലിയർ ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് എങ്ങനെ മറ്റൊരു ആപ്പിന്റെ സഹായമില്ലാതെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം ഞാൻ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്ന വാട്സാപ്പിൽ ആകെ 2 ചാറ്റുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചാറ്റായ ഫ്രണ്ട് 1 എന്ന വ്യക്തിയുമായി നടത്തിയ മെസ്സേജുകളെല്ലാം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ കാണുന്ന ഇത്രയും മെസ്സേജുകളാണ് ഞാൻ ഫ്രണ്ട് എന്ന വ്യക്തിയുമായി നടത്തിയിട്ടുള്ളത്. ഇനി ഈ കാണുന്ന മുഴുവൻ മെസ്സേജുകളും ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായി നടത്തിയ മുഴുവൻ മെസ്സേജുകളും ക്ലിയർ ചെയ്തു. ഇനി ഈ വാട്സാപ്പിലുള്ള 2 ചാറ്റുകളും ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 ചാറ്റുകളും ഡിലീറ്റ് ചെയ്തു. ഇനി ഈ ക്ലിയർ ചെയ്ത മെസ്സേജുകളും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളും മറ്റൊരു ആപ്പിന്റെ സഹായമില്ലാതെ ഒരു ചെറിയ ട്രിക്കിലൂടെ അത് എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാട്സാപ്പിൽ നിന്നും ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജുകൾ ക്ലിയർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം വാട്സാപ്പ് ബാക്കപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് എന്നൊരു ഫയൽ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഡാറ്റ ബേസ് എന്ന ഫയൽ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇതിലാണ് വാട്സാപ്പിന്റെ ബാക്കപ്പ് ഫയലുകൾ ഉള്ളത്. ഓരോ ദിവസവും വാട്സാപ്പ് സ്വയം ബാക്കപ്പ് എടുത്തു വെക്കുന്നുണ്ട്. ഇനി അതിൽ കാണുന്ന ഫയലുകളുടെ ഡേറ്റുകൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം വാട്സാപ്പ് ബാക്കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഡിലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള ഫയൽ വീണ്ടും റീസ്റ്റോർ ആകും. അപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്ത മെസ്സേജുകൾ കാണുവാൻ സാധിക്കില്ല. ഇവിടെ ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷം വാട്സാപ്പ് ബാക്കപ്പ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബാക്കപ്പ് ഫയൽ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ആപ്പ് മാനേജർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അവിടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും കാണാം. അതിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി വാട്സാപ്പ് എന്ന ആപ്പിന്റെ മുഴുവൻ ഡാറ്റയും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോറേജ് എന്നത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാട്സാപ്പ് എന്ന ആപ്പിന്റെ മുഴുവൻ ഡാറ്റയും ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ പുതിയ ഒരു വാട്സാപ്പ് അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇനി വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ആദ്യം ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്പർ അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോണിലേക്ക് വന്ന വെരിഫിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോണ്ടാക്ട് ആൻഡ് മീഡിയ എന്നതിൽ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ അലോ എന്ന് കൊടുക്കുക. ഇവിടെയും അലോ എന്ന് കൊടുക്കുക. ഇനി ഫോണിലുള്ള ബാക്കപ്പ് ഡാറ്റ റീസ്റ്റോർ ചെയ്യുവാനുള്ള ഓപ്ഷനാണ്. ഇവിടെ റീസ്റ്റോർ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോണിലുള്ള ബാക്കപ്പ് ഫയലുകൾ റീസ്റ്റോർ ആകുന്നതാണ്. ഇനി കുറച്ച് സമയമെടുക്കും. റീസ്റ്റോർ സക്സസ് ആയാൽ റൈറ്റ് എന്ന ചിഹ്നം വരും. അതിനുശേഷം നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി പ്രൊഫൈൽ ഇൻഫോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നെവർ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഡിലീറ്റ് ചെയ്ത 2 ചാറ്റുകളും ഇവിടെ കാണുന്നുണ്ട്. ഇനി ഫ്രണ്ട് 1 എന്ന വ്യക്തിയുമായി നടത്തിയ മെസ്സേജുകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ക്ലിയർ ചെയ്ത എല്ലാ മെസ്സേജുകളും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത മെസ്സേജുകൾ വളരെ എളുപ്പത്തിൽ തന്നെ റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ വാട്സാപ്പിൽ ചാറ്റുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം വാട്സാപ്പ് ബാക്കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ ബാക്കപ്പ് ഡാറ്റ ഡിലീറ്റ് ചെയ്ത് അതിന് മുൻപുള്ള ബാക്കപ്പ് ഡാറ്റയാകും റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 2 ബാക്കപ്പ് ഡാറ്റകളുടെ ഇടയിൽ നടത്തിയ മെസ്സേജുകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല.
നമ്മൾ റിക്കവർ ചെയ്യാൻ ഉപയോഗിച്ച ബാക്കപ്പ് ഡാറ്റയിൽ ഉൾപ്പെട്ട മെസ്സേജുകൾ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.